وأن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ചുള്ള ജീവിതം നമുക്കേറെ സന്തോഷവും സമാധാനവും ആത്യന്തികമായ വിജയവും നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ലോകത്ത് അല്ലാഹു തആല ഓരോ വസ്തുക്കളെയും സൃഷ്ടിച്ചത് ഓരോ പ്രകൃതിയിലാണ്. അത് ജീവികളായാലും ജീവനില്ലാത്ത വസ്തുക്കളായാലും മനുഷ്യനാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും ഒക്കെ ഓരോന്നിന് അല്ലാഹു തആല ഓരോ പ്രകൃതി, ഓരോ രീതി, ഓരോ രൂപം സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് അവ ഇവിടെ നിലനിൽക്കുന്നതും വളരുന്നതും എല്ലാം. മനുഷ്യൻ ഒരു പ്രത്യേക ജീവിയാണ്. മനുഷ്യൻ്റെ മനസ്സും ശരീരവും വികാരവും വിചാരവും മനുഷ്യൻ്റെ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം എന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ട് അത് തിരഞ്ഞെടുക്കാനുള്ള കഴിവും അത് ലംഘിച്ചാലുണ്ടാകുന്ന പ്രയാസങ്ങളും എല്ലാം പ്രത്യേകമായി അല്ലാഹു തആല വിവരിച്ച് തന്നിട്ടുണ്ട്. ഇസ്ലാമിനെക്കുറിച്ച് അല്ലാഹു മനുഷ്യ പ്രകൃതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ, നീ നിന്റെ മുഖത്തിനെ ഈ ദീനിൻ്റെ നേർക്ക് തിരിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ നീ നിന്നെ ഈ ദീനിൻ്റെ നേർക്ക്, ഈ ദീനിന് വേണ്ടി, ഈ ദീനിൻ്റെ നിയമം അനുസരിച്ച് കൊണ്ടുപോകണം എന്ന്. എന്നിട്ട് പറഞ്ഞു ആ ദീൻ എന്നുള്ളതിന് നൽകിയ ഒരു വിശദീകരണമാണ് ഫിത്രത്തുല്ലാഹില്ലത്തി ഫത്തറന്നാസ അലൈഹ. അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്രകൃതി എന്ന്. അപ്പം മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും മനുഷ്യൻ്റെ പ്രകൃതിയോട് ചേർന്നതാണ് എന്നാണ്. അത് കൽപ്പനകളാണെങ്കിലും നിരോധങ്ങളാണെങ്കിലും മനുഷ്യൻ്റെ പ്രകൃതിയോട് ചേർന്നതാണ്. അത് പാലിക്കുക എന്നത് മനുഷ്യൻ്റെ ഭാവിക്ക് അനിവാര്യവുമാണ്. ഒരു നിയമവും പാലിക്കേണ്ടതില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. അതാണ് സ്വാതന്ത്ര്യമെന്നും അതാണ് സന്തോഷമെന്നുമാണ് അവർ വിചാരിക്കുന്നത്. അതിലവർക്കുണ്ടാവുന്ന കഷ്ടനഷ്ടങ്ങൾ വളരെ വലുതാണ്. ഇപ്പോൾ ഇന്ന് ഞാൻ വായിച്ചു ഒരു വാർത്ത. ഹൈക്കോടതി പറഞ്ഞ ഒരു വാചകം, കാമാസക്തിയേക്കാൾ നശീകരണ ശേഷിയുള്ള രോഗം വേറെയില്ല എന്ന്. കാമാസക്തിയേക്കാൾ, ലൈംഗിക ആസക്തിയാണ് പറയുന്നത്, അതിനേക്കാൾ നശീകരണ ശേഷിയുള്ള രോഗം വേറെയില്ല എന്ന്. ഇത് പറഞ്ഞത് എപ്പോഴാണെന്നറിയോ? ഇത് 2014 നടന്ന ഒരു ഇരട്ട കൊലപാതകം. അതായത് ഒരു സ്ത്രീയും അവളുടെ കാമുകനും കൂടി ഈ സ്ത്രീയുടെ 4 വയസ്സായ ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തി. അതുപോലെ ഭർത്താവിൻ്റെ മാതാവിനെയും പ്രായമായ ഒരമ്മയെയും. വളരെ ക്രൂരമാണല്ലോ. ആ കേസ് ഇത് കൊലപാതകമാണ് എന്ന് ബോധ്യപ്പെട്ട് അതിൻ്റെ വിധി പറഞ്ഞ കൂട്ടത്തിലാണ് ഈ കേസിൽ ആ കാമുകനെ വധശിക്ഷ വിധിക്കുകയും ഈ സ്ത്രീക്ക് ഇരട്ട ജീവപര്യന്തം നൽകുകയും ചെയ്തു. അതിനെതിരിൽ സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയപ്പോഴാണ് ഈ വിധികളൊക്കെ പുറത്തു വരുന്നത്. ഇതിലെന്താ പറയാൻ കാരണം എന്നറിയോ? ഒരു സ്ത്രീ, അവർക്കൊരു കുഞ്ഞുണ്ട്, അവർക്ക് ഭർത്താവുണ്ട്, അവർക്ക് സഹോദരങ്ങളുണ്ട്, കുടുംബക്കാരും അയൽവാസികളും നാട്ടുകാരും ഒക്കെയുണ്ട്. അവർ
ഒരു കാമുകനുമായി ബന്ധം സ്ഥാപിച്ച് അല്ലെങ്കിൽ ഒരാൾ ഇങ്ങോട്ട് ബന്ധം സ്ഥാപിച്ച് അവരുടെ ആ കാമാസക്തിയിൽ അവർ സ്വന്തം കുഞ്ഞിനെ കൊന്നു, ഭർത്താവിൻ്റെ അമ്മയെ കൊന്നു, വരാൻ പോകുന്ന പ്രയാസങ്ങളൊക്കെ അവർ മറന്നുപോയി. ജയിൽവാസവും വധശിക്ഷയും ഒക്കെ വരുമെന്നെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിട്ടും ഇങ്ങനെ സംഭവിച്ചു. ഇങ്ങനെ സംഭവിക്കാം, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്ത് മനുഷ്യർ നല്ല ആളുകളാണ് കൂടുതലും. ഈ ലൈംഗിക രംഗത്തും അതുപോലെ ധർമ്മനിഷ്ഠയുടെ കാര്യത്തിലൊക്കെ നല്ല മനുഷ്യരാണ് വളരെ കൂടുതലുള്ളത്. അവനവൻ്റെ കുടുംബവുമായി ഭാര്യയും ഭർത്താവും മക്കളുമൊക്കെ ആയി മാതാപിതാക്കളൊക്കെ ആയി സന്തോഷത്തിൽ കുടുംബജീവിതം നയിച്ചു പോരുന്നവരാണ് അധികവും. എന്നാൽ ചില ആളുകൾ ഇങ്ങനെ ഉണ്ടാവുന്നു, അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുക? അതാണ് ഞാൻ ഇന്ന് പറയാൻ വിചാരിക്കുന്ന വിഷയം. കുറച്ചു മുമ്പ് നമുക്കറിയാം, സിനിമാ ലോകത്ത് ഉള്ള ചില സ്ത്രീകളുടെ പരാതി പ്രകാരം സർക്കാർ ഒരു കമ്മീഷനെ നിശ്ചയിച്ചു. എന്നിട്ട് ഈ സ്ത്രീകൾ, സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകൾ പ്രൊഡ്യൂസർമാരിൽ നിന്നും നായകന്മാരിൽ നിന്നും കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്ന് അനുഭവിക്കുന്ന ലൈംഗിക ചൂഷണങ്ങളും പീഡനങ്ങളും അത് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ. അങ്ങനെ റിപ്പോർട്ട് ചെയ്തു നോക്കുമ്പോഴാണ് കമ്മീഷൻ കണ്ടെത്തിയത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന, എല്ലാവരും സെലിബ്രിറ്റികളാണ് എന്ന് പറയുന്ന, പലർക്കും റോൾ മോഡലായി അറിയപ്പെടുന്ന മഹാന്മാരായ ആളുകളൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ട്. അത് പുറത്തു വന്നപ്പോഴാണ് അവർ പറയുന്നത്, ഇതിപ്പോൾ സിനിമക്കാരെ കുറിച്ച് നടത്തിയ ഒരു കമ്മീഷനല്ലേ, വ്യവസായികളെ കുറിച്ച് നോക്കട്ടെ, അതുമാതിരി അധ്യാപകരെ കുറിച്ച് നോക്കട്ടെ, മതപണ്ഡിതന്മാരെ കുറിച്ച് നോക്കട്ടെ, അങ്ങനെ ഓരോ വിഭാഗത്തിലും ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് അന്വേഷണം നടത്തിയാൽ എല്ലാറ്റിലും ഉണ്ടാകും എന്നാണ് അവർ പറഞ്ഞത്. വാർത്തകൾ നമ്മൾ കാണുമ്പോഴേ അത് ശരിയാണ് എന്ന് തോന്നുന്നു. പോക്സോ കേസുകൾ വരുമ്പോഴേ നിങ്ങൾ നോക്കൂ, സ്കൂളിൽ പഠിക്കുന്ന പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ, സ്കൂളിൽ ഹൈസ്കൂളിൽ ഒക്കെ പഠിക്കുന്ന മക്കൾ, ആ മക്കൾക്ക് പീഡനങ്ങൾ ഉണ്ടായതിനെക്കുറിച്ച് പറയുന്നത് അവരുടെ അധ്യാപകരിൽ നിന്ന്, അവരുടെ സ്പോർട്സ് പരിശീലകരിൽ നിന്ന്, അവരുടെ കൂടെ യാത്ര ചെയ്തിട്ടുള്ള സഹപാഠികളിൽ നിന്ന് ഒക്കെ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുന്നു എന്നാണ്. ഈ ആഴ്ച വന്ന ഒരു റിപ്പോർട്ടിലുണ്ട്, തെക്കൻ കേരളത്തിൽ ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടി 64 പ്രാവശ്യം പീഡനത്തിന്, ലൈംഗിക ചൂഷണത്തിന് വിധേയമായി. ഇപ്പോൾ ആ കുട്ടിക്ക് 18 വയസ്സായി എന്ന് പറഞ്ഞാൽ 18 വയസ്സാവുന്നതിനും 64 തവണ ഓരോരുത്തർ ഒറ്റക്കും കൂട്ടമായും ആ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന്. അപ്പോൾ ഇവിടെ എന്താണ് പരിഹാരം? അതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ആളുകൾ പഴിച്ചുപോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിന്നാലെ കൂടിയിട്ട് കാര്യമില്ല. ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. എങ്ങനെ ഇത് സംഭവിക്കുന്നു? അതിൻ്റെ പഠനങ്ങൾ നിങ്ങൾക്കൊക്കെ സെർച്ച് ചെയ്താൽ അറിയാം. ഹോർമോണുകൾ ഉണ്ടല്ലോ മനുഷ്യൻ്റെ ശരീരത്തിൽ, പുരുഷ ഹോർമോണും സ്ത്രീകളുടെ ഹോർമോണും, പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുള്ള ഹോർമോണും ഒക്കെ ഉണ്ട്. ഈ ഹോർമോണുകൾ അനുസരിച്ചാണ് പുരുഷന്റെ പൗരുഷവും പെണ്ണിൻ്റെ സ്ത്രീത്വവും ഉണ്ടാകുന്നതും വളരുന്നതുമൊക്കെ. ശരീരത്തിൻ്റെ രൂപങ്ങളായാലും ശബ്ദമാണെങ്കിലും അവരുടെ ആന്തരിക അവയവങ്ങളായി ഇതിലൊക്കെ തന്നെ ഈ ഹോർമോണിന് വലിയ പങ്കുണ്ട്. അപ്പോൾ പുരുഷ ഹോർമോൺ സ്ത്രീയെ ആഗ്രഹിക്കുകയും സ്ത്രീയെ കാണാൻ കൊതിക്കുകയും സ്ത്രീയുമായി ബന്ധപ്പെടാനും സംസാരിക്കുവാനും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ സ്ത്രീകളിലും അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടാകുന്നു. പുരുഷൻ പുരുഷനാണ്, സ്ത്രീ സ്ത്രീയാണ്. ഇതൊക്കെ അങ്ങ് മറന്നുപോവാണ്. മക്കളും കുടുംബവും ഭാര്യയും ഭർത്താവും ഒക്കെ ഉണ്ട്, ഇതങ്ങ് മറന്നുപോവാണ്. ഇത് ശക്തിപ്പെടുകയാണ്. അപ്പോൾ ഉള്ള പരിഹാരം എന്താണെന്നറിയോ? നമ്മൾ ശ്രദ്ധിക്കുക എന്നതാണ്. അത് ശ്രദ്ധിക്കുന്നതിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം? ഇങ്ങനെ പെട്ടുപോവാതിരിക്കാൻ അവസരങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങളെ ആദ്യം മുതൽക്ക് തന്നെ ഇല്ലാതാക്കണം. 7 വയസ്സ് പ്രായമായ കുഞ്ഞുങ്ങളെ അവർ കിടക്കുന്ന മുറിയിൽ, കിടക്കുന്ന സ്ഥലത്ത് അവർ വേറെ വേറെ കിടത്തണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. 7 വയസ്സായ. അപ്പം അത് ആൺകുട്ടികളും പെൺകുട്ടികളും അല്ലേ, നമ്മളെ പിന്നെ സഹോദരനും സഹോദരിയും അല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ്. ആണാണ്, പെണ്ണ് പെണ്ണാണ്, ആൺകുട്ടി ആൺകുട്ടിയാണ്, പെൺകുട്ടി പെൺകുട്ടിയാണ്. അതുപോലെ തന്നെ ഒരു അന്യ പുരുഷനും ഒരു അന്യ സ്ത്രീയും ഒരു സ്ഥലത്ത് ഒറ്റക്കാവരുത്. അങ്ങനെ ആയാൽ മൂന്നാമനായി പിശാചു വരും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നമ്മൾ നേരത്തെ കരുതണം, ഒരു പെണ്ണിൻ്റെ കൂടെ ഒറ്റക്കാവരുത്, ഒരാണിൻ്റെ കൂടെ ഒരു പെണ്ണ് ഒറ്റക്കാവരുത്. അങ്ങനെ നമുക്ക് വേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ഇപ്പോൾ ഒരു പെണ്ണുമായി യാത്ര ചെയ്യേണ്ടി വരുന്നു, ജോലി ആവശ്യാർത്ഥമോ ബിസിനസ് ആവശ്യാർത്ഥമോ,
ഞാനാണ് അങ്ങനെ പോകണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഭാര്യയെ കൂടെ കൂട്ടാം. ഇത് നമ്മുടെ ഏതെങ്കിലും സഹോദരിമാർക്കാണ് അങ്ങനെ പോകേണ്ട അവസരമുണ്ടായാൽ അവൾക്ക് അവളുടെ ഭർത്താവിനെ കൂടെ കൂട്ടാം, അല്ലെ മക്കളെ കൂടെ കൂട്ടാം. ഒരിക്കലും ഒരാണും ഒരു പെണ്ണും അന്യരായ ആളുകൾ ഒന്നിച്ച് യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞത് ഈ ഹോർമോണും കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് നമ്മൾ അറിയണം. മനുഷ്യപ്രകൃതിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അവസരങ്ങൾ ഒഴിവാക്കണം. സ്ത്രീകളുടെ സംസാരങ്ങളിൽ പെട്ടുപോകുന്ന ആണുങ്ങൾ, പുരുഷന്മാർ ധാരാളമുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ രാഷ്ട്രീയ ഭാവി തന്നെ തകർന്നത് ചില സ്ത്രീകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വശീകരിച്ചുകൊണ്ട് അങ്ങനെ പോയത് കൊണ്ടാണ്. ഇപ്പോഴും കേസുകൾ പലരുടെ പേരിൽ നടക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് അള്ളാഹു നൽകിയ ഒരു നിർദ്ദേശമുണ്ട്. അതെന്താണെന്നറിയോ? യാ നിസാ അൻ നബിയ്യ ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, നബിയുടെ ഭാര്യമാരെ നിങ്ങൾ വേറെ സ്ത്രീകളെ പോലെയല്ല. ഇനി തഖൈതുന്ന, നിങ്ങൾ സൂക്ഷ്മശാലികളായി ജീവിക്കുകയാണെങ്കിൽ ഫലാ തഖ്ലഅന ബിൽ ഖൗലി, സംസാരിക്കുമ്പോൾ അത് വളരെ മയത്തോടുകൂടി ആകർഷണത്തോടുകൂടി ആവരുത്, അത് കൊഞ്ചിക്കൊഴിഞ്ഞുകൊണ്ട് വർത്താനം പറയരുത് എന്ന്. ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറളുൻ, മനസ്സിൽ രോഗമുള്ള ആളുകൾ മോഹിച്ചു പോകുന്ന വിധത്തിൽ വഖുൽന ഖൗലൻ മഅറൂഫ, നിങ്ങൾ മാന്യമായ സംസാരം സംസാരിച്ചു കൊള്ളുകയാണ്. റസൂലിന്റെ ഭാര്യമാരെ വിളിച്ചാണ് ഈ പറയുന്നത്. ബാക്കി സ്ത്രീകളുടെ കാര്യം എന്തായിരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ, ആണുങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് സ്ത്രീകൾ അവർക്ക് വശ്യത തോന്നുന്ന വിധത്തിൽ സംസാരിക്കേണ്ടാണ്. അവർ കാര്യം പറഞ്ഞാൽ മതിയെന്ന്. അതാണ് വഖുൽന ഖൗലൻ മഅറൂഫ. കാരണം അത് പിന്നീട് മനസ്സിൻ്റെ ഉള്ളിൽ ഈ ലൈംഗികതയും അത്തരത്തിലുള്ള പ്രശ്നങ്ങളുമുള്ള ആളുകൾക്ക് മോഹം തോന്നിപ്പോകും എന്നാണ്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് നേരിട്ടായാലും ഫോണിലൂടെ ആയാലും അത് ആവർത്തിച്ച് നാശത്തിലേക്ക് എത്തും എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ വസ്ത്രം വളരെ പ്രധാനമാണല്ലോ. ഇപ്പോൾ നടക്കുന്ന ഈ വാർത്തകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, എന്താണ്, ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചു, ലൈംഗികമായ കാര്യങ്ങളെപ്പറ്റി പരാമർശിച്ചു. അതിൽ വലിയ വാദപ്രയോഗം നടക്കുകയാണ് പത്രങ്ങളിലും ചാനലുകളിലുമൊക്കെ. അപ്പോൾ ചിലർ പറയുന്നു ഇതിൻ്റെ ഒരു കാരണം വസ്ത്രം തന്നെയാണെന്ന്. അപ്പോൾ ഒരു സ്ത്രീ അവളുടെ ശരീര സൗന്ദര്യം വേണ്ട വിധം മറക്കാതിരിക്കുകയും അന്യ പുരുഷന്മാർ കാണാനുള്ള അവസരം ഉണ്ടാക്കുകയും എന്നിട്ട് ആ പുരുഷന്മാർ അവളോട് മാന്യമല്ലാത്ത നിലക്ക് പെരുമാറുകയും ചെയ്താൽ അതിൻ്റെ ചികിത്സ വേണ്ടത് വസ്ത്രധാരണം ശരിയാക്കുക എന്നതാണ് എന്ന് പലരും പറയുന്നു. അങ്ങനെ പറഞ്ഞവർക്കെതിരിലും കേസ് വരാൻ പോകുന്നു എന്നതാണ് മറ്റൊരത്ഭുതം. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇട്ടൂടെ? ഞങ്ങൾ എന്തിനാണ് ഈ അടിമകളായി നടക്കുന്നത്, ചാക്കിൽ കെട്ടിപ്പൊതിയുന്നത്? അങ്ങനെ നടന്നാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്നൊക്കെ ചോദിക്കാം. ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ പല ഇടിവുകളും സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ വസ്ത്രധാരണത്തെക്കുറിച്ച് കൃത്യമായി എല്ലാ ധർമ്മശാസ്ത്രങ്ങളും എല്ലാ മതങ്ങളും വളരെ കൃത്യമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ തന്നെ മനുഷ്യർ പോരുന്നുണ്ട്. പക്ഷേ പരിഷ്കാരം എന്ന് പറയുന്നത് വസ്ത്രം കഴിയുന്നത്ര കുറയ്ക്കുകയാണ് എന്ന് തോന്നുന്ന ആളുകൾ, ആണുങ്ങളും പെണ്ണുങ്ങളും, അവരാണ് സ്വാതന്ത്ര്യമാണ്, അത് കൂടുതൽ കംഫർട്ടബിൾ ആവുക ഇങ്ങനെയാണെന്ന് വിചാരിച്ച് വസ്ത്രം കുറച്ച് കൊണ്ടുവരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, യാ ബനി ആദം ഖദ് അൻസൽന അലൈക്കും ലിബാസൻ യുവാരി സൗആതിക്കും വരീഷൻ വലിബാസു തഖ്വ ദാലിക ഖൈറുൻ ദാലിക മിൻ ആയാതില്ലാഹി ലഅല്ലഹും യദക്കറൂൻ. സൂറത്തു അൽ അറാഫിൽ 26-ാമത്തെ ആയത്താണ് അള്ളാഹ് പറയുന്നത്, യാ ബനി ആദം, ആദമിന്റെ മക്കളെ, മനുഷ്യരെ, ഖദ് അൻസൽന അലൈക്കും ലിബാസ, നിങ്ങൾക്ക് നാം ലിബാസ് വസ്ത്രം ഉണ്ടാക്കി തന്നിരിക്കുന്നു. അൻസൽന അലൈക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. അത് ഖുർആന്റെ ഒരു ശൈലിയാണ്. നിങ്ങൾക്ക് അല്ലാഹു തആല വസ്ത്രം തന്നിരിക്കുന്നു. യുവാരി സൗആതിക്കും, നിങ്ങളുടെ നഗ്നത മറക്കാൻ വേണ്ടി. അപ്പോൾ വസ്ത്രത്തിൻ്റെ
ഒന്നാമത്തെ ആവശ്യം നഗ്നത മറക്കുക എന്നതാണ്. രീഷൻ, രീഷ് എന്ന് പറഞ്ഞാൽ തൂവലാണ് എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥം. ഖുർആനിൽ ഉപയോഗിച്ചത് തഫ്സീറിലൊക്കെ ഉള്ളത് അലങ്കാര വസ്ത്രം എന്നാണ്. അത് അടിസ്ഥാനപരമായ വസ്ത്രങ്ങളും അതിനേക്കാൾ കുറച്ചുകൂടി മനുഷ്യന് അലങ്കാരത്തിനുള്ള വസ്ത്രങ്ങളും ഉണ്ടാകും. അതിൻ്റെ നിറത്തിലും അതിൻ്റെ രൂപത്തിലും അതിൻ്റെ വലിപ്പത്തിലുമൊക്കെ ആയി. അപ്പം അല്ലാഹു തആല നിങ്ങൾക്ക് നല്ല വസ്ത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ നഗ്നത മറക്കാൻ വേണ്ടിയാണെന്ന്. അപ്പൊ പുരുഷന്റെ നഗ്നത എത്ര ഏതെല്ലാം, അതുപോലെ സ്ത്രീയുടെ നഗ്നത എവിടെയെല്ലാം, മറക്കേണ്ടത് എവിടെയെല്ലാം എന്ന് ഇസ്ലാമിൽ വളരെ കൃത്യമായി നിയമമുണ്ട്. ആ നിയമം പാലിക്കണമെന്ന് പറഞ്ഞാൽ അത് ആളുകളുടെ സ്വാതന്ത്ര്യം കുറയ്ക്കുകയാണ് എന്ന് പറയരുത്. അത് അവർക്ക് വേണ്ടിയാണ്. ഇപ്പൊ വളരെ വിലപിടിപ്പുള്ള ഒരു വസ്തു അശ്രദ്ധമായി നമ്മൾ എവിടെ വെച്ചേക്കുമോ? ഇല്ലല്ലോ. കാരണം അത് കട്ടുകൊണ്ടുപോകും, നഷ്ടപ്പെടും. എന്നാൽ അത്ര വിലപിടിപ്പില്ലാത്തതും കട്ടുകൊണ്ടുപോകാൻ കഴിയാത്തതുമായ സാധനങ്ങൾ നമ്മൾ വീടിന് മുറ്റത്തും ഷോപ്പിന്റെ മുമ്പിലും ഒക്കെ വെച്ച് പോകുന്നുണ്ട്. കാരണം അത് നഷ്ടപ്പെടില്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മെ തന്നെ നഷ്ടപ്പെടുത്താൻ കാരണമാകും നമ്മുടെ ശരീര സൗന്ദര്യം തുറന്നിട്ടാൽ എന്ന് നമ്മൾ കാണണം. അപ്പൊ അത് മറച്ചു വെക്കുന്നു എന്നത് അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു സൂക്ഷ്മതയാണ്. അങ്ങനെ വിചാരിച്ചാൽ മതി. ആകാശം ഇടിഞ്ഞു പൊളിയും എന്നൊന്നും ആരും അതിനെ സംബന്ധിച്ച് പറയുന്നില്ല. ഇത് അവസാനിപ്പിക്കുന്ന നോക്കൂ ഈ ആയത്ത്, ലിബാസു തഖ്വ ദാലിക ഖൈറുൻ. ലിബാസു തഖ്വ, തഖ്വയുടെ വസ്ത്രം, അതാണ് ഉത്തമമായിട്ടുള്ളത്. അതിനൊരുപാട് വിശദീകരണങ്ങളുണ്ട്. എന്താ ലിബാസു തഖ്വ? ഏറ്റവും പ്രധാനം മാന്യമായ വസ്ത്രധാരണം, അത് ലിബാസു തഖ്വയാണ്. മറ്റൊന്ന് മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അത് തഖ്വയുടെ ഒരു വസ്ത്രമാണ് എന്ന്, നമുക്കൊരു സംരക്ഷണമാണ് അത് എന്ന്. അപ്പൊ വസ്ത്രം മനുഷ്യന്റെ നഗ്നത മറക്കും, അതുപോലെ തന്നെ അവന് സുരക്ഷിതത്വവും നൽകും. ദാലിക മിൻ ആയാത്തില്ലാഹ് ലഅല്ലഹും യദ്ദക്കറൂൻ. ഇത് അള്ളാഹുവിന്റെ ആയത്താണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അവരിത് വേണ്ട വിധം മനസ്സിലാക്കാൻ. അപ്പൊ വേണ്ട വിധം മനസ്സിലാക്കിക്കൊള്ളണം. എന്തിനാ വസ്ത്രം ധരിക്കുന്നത്? വസ്ത്രം ധരിച്ചിട്ട് ധരിക്കാത്ത രൂപത്തിലുള്ള ആളുകളുണ്ടല്ലോ. അപ്പൊ വസ്ത്രത്തിന്റെ ധർമ്മം പാലിക്കുന്നില്ല. ഒരാൾ വസ്ത്രം ധരിച്ചാൽ മറയേണ്ട നഗ്നഭാഗങ്ങൾ ഉണ്ടല്ലോ, ആ ഭാഗങ്ങൾ അതേപോലെ വെളിപ്പെടുന്നുവെങ്കിൽ ഒന്നിൽ നേരിയ വസ്ത്രമാകുക, അല്ലെങ്കിൽ ഇറുകിയ വസ്ത്രമാവുക. അങ്ങനെയാകുമ്പോൾ ആ വസ്ത്രം ധരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോ ചില ആളുകളൊക്കെ വിചാരിക്കുന്നത് നമ്മൾ വസ്ത്രം ധരിച്ചാൽ മതി, വളരെ ടൈറ്റായ വസ്ത്രം ധരിക്കുക, എന്നിട്ട് തലയിൽ ഒരു സ്കാർഫും കെട്ടുക, മാറു തുറന്നിട്ടിട്ടാണ്, കഴുത്ത് തുറന്നിട്ടിട്ടാണ് പെൺകുട്ടികൾ എങ്കിൽ അതിനൊരു വിരോധവും ഇല്ലാന്ന് തോന്നുക, തലയിൽ ഒരു സ്കാർഫ് ഉണ്ടല്ലോ എന്ന്. അങ്ങനെയല്ല. ഖുർആൻ പറഞ്ഞിട്ടുള്ളത് വളരെ വ്യക്തമായ ആയത്താണത്. ചിലർക്ക് തോന്നുന്നു അങ്ങനെ പറയണോ അങ്ങനെ നോക്കണോ എന്നൊക്കെ. എന്താ പറഞ്ഞിട്ടുള്ളതെന്നറിയോ? മനുഷ്യർ പാലിക്കേണ്ടത് യാ അയ്യുഹൻ നബിയു, അല്ലയോ പ്രവാചകരെ, ഖുല്ലി അസ്വാജിക, നിങ്ങളുടെ ഭാര്യമാരോട് പറയുക, ഇണകളോട്, വ ബനാത്തിക, പെൺമക്കളോടും, വ നിസായിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളുടെ വനിതകൾ സ്ത്രീകളോടും പറയുക. എന്നാൽ താങ്കളുടെ ഭാര്യമാരോടും താങ്കളുടെ പെൺമക്കളോടും സമുദായത്തിലുള്ള എല്ലാ സ്ത്രീകളോടും, യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന, അവരുടെ ശരീരത്തിൽ അവരുടെ വസ്ത്രങ്ങൾ തൂക്കിയിടട്ടെ എന്ന്. ജിൽബാബ് എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രമാണ്. എന്നിട്ട് പറയുന്നു ദാലിക അദ്നാ അൻ യുഅറഫ്ന, അവരാണ് എന്ന് അറിയപ്പെടാൻ അതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ വസ്ത്രം അനുസരിച്ചുകൊണ്ട് പെരുമാറ്റത്തിന് കുറെ വ്യത്യാസം. ഇവർ മാന്യന്മാരാണ്, ഇവരോട് നമ്മൾ അനാവശ്യം പെരുമാറുക ചെയ്യരുത്, ഇവരെന്തു ആവാം, കണ്ടാൽ തന്നെ മനസ്സിലായില്ലേ, ഇതാ നോയിക്കോളി എന്ന് പറയാൻ പറ്റിയ മാതിരിയാണ് ഡ്രസ് ഇട്ടിട്ടുള്ളത്. അപ്പം മുഅ്മിനീങ്ങളായ വിശ്വാസിനികളായ നല്ലവരായ സ്ത്രീകളാണ് ഇവർ എന്ന് മനസ്സിലാക്കാനും, എന്നിട്ട് ദാലിക അതിനായി ഉറഫ്ന ഫലാ യുദൈന, അവർക്ക് യാതൊരു വിഷമവും വരാതിരിക്കാനും എന്നാണ്. വിഷമം വരാതിരിക്കാനാണ് ഇസ്ലാമികമായ വസ്ത്രധാരണം ധരിക്കണം എന്ന് പറയുന്നത്, എന്നല്ലാതെ അവരെ പിന്നോട്ട് നയിക്കാനോ അവരെ ബുദ്ധിമുട്ടിക്കാനോ അവരുടെ സ്വാതന്ത്ര്യം തടയാനോ അല്ല. വക്കാന അല്ലാഹു ഗഫൂറ റഹീമ, അല്ലാഹു തആല പാപം പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു എന്ന്. അല്ലാഹു തആല നമുക്ക് നിയമങ്ങൾ നൽകുന്നത് അള്ളാന്റെ കാരുണ്യം കൊണ്ടാണ്. നമ്മൾ അബദ്ധത്തിൽ ചെയ്തു പോകുന്ന കുറ്റങ്ങൾ അല്ലാഹു തആല പുറത്തു തരാൻ തയ്യാറുള്ള നമ്മുടെ റബ്ബുമാണ്. അപ്പൊ നാം ഇവിടെ
അല്ലാഹു തആല റസൂലുള്ളാഹിയോട് പറഞ്ഞ പോലെ നിങ്ങളുടെ ഭാര്യമാരോടും പെൺകുട്ടികളോടും മുഅ്മിനീങ്ങളുടെ സ്ത്രീകളോടുമൊക്കെ അവരുടെ ശരീരത്തിൽ അവർ വസ്ത്രം വേണ്ട വിധം ധരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുക. അസ്മാ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അസ്മാ, അല്ലയോ അസ്മാ, ഇന്നൽ മർഅത ഇദാ ബലഗത്തിൽ മഹീള, ഒരു പെണ്ണ് പ്രായപൂർത്തിയായാൽ അർത്ഥവകാരിയായി കഴിഞ്ഞാൽ ലം യസ്ലുഹ് അൻ യുറാ മിൻഹാ ഇല്ലാ ഹാദാ വഹാദാ വഅശാറ ഇലാ വജ്ഹിഹി വകഫൈഹി. ഒരു പെണ്ണ് പ്രായപൂർത്തിയായാൽ പിന്നെ അവളിൽ നിന്ന് അവളുടെ ഇതുമല്ലാതെ പുറത്ത് കാണരുത്. ഇതും തന്നെ ഒന്ന് മുഖം, മറ്റത് മുൻകൈ, അങ്ങനെ എന്നാണ്. അപ്പോൾ മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങളൊക്കെ ഒരു പെണ്ണ് അന്യരിൽ നിന്ന് മറച്ചു വെക്കണം എന്നത് നിയമമാണ്, ഇസ്ലാമിൻ്റെ നിയമമാണ്. അത് പാലിക്കുവാൻ, അതിനോട് തൃപ്തിയോടുകൂടി അതിനെ സമീപിക്കുവാൻ, ആരും അടിച്ചേൽപ്പിച്ചത് അല്ലാഹു തആല നമുക്ക് ഹിദായത്ത് നൽകിയ പടച്ചവൻ തന്ന നിയമമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ അങ്ങനെയാണ് ശീലിച്ചു വരേണ്ടത്. മറ്റൊന്ന്, ഈ ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം പ്രകൃതിപരമാണല്ലോ, വളരെ വ്യക്തവുമാണ്. അത് അങ്ങനെയാണ് എന്നത് കാഴ്ചയിലും വേണ്ടേ? ആണിനെ കണ്ടാൽ ആണാന്ന് മനസ്സിലാവണം, പെണ്ണിനെ കണ്ടാൽ പെണ്ണാന്ന് മനസ്സിലാവണം. അതില്ലാതാക്കുന്ന പ്രവർത്തനവും ഇപ്പം തുടങ്ങിയിരിക്കുന്നു. നോക്കിയാൽ ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാകാത്ത വിധത്തിൽ വസ്ത്രം ധരിക്കുക, അതേമാതിരി മുടി വെട്ടുക, അതേമാതിരി എല്ലാം. അങ്ങനെ വന്നാലുള്ള പ്രശ്നം എന്താ? അതും വലിയ സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ധാർമ്മിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഈ പറഞ്ഞ പോലെയുള്ള എല്ലാ നാശങ്ങളും ഉണ്ടാക്കും. അതിൻ്റെ നഷ്ടം ഈ സമൂഹത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഏറ്റെടുക്കേണ്ടി വരും. കൂടുതൽ അതിൻ്റെ കഷ്ടപ്പാടുകൾ സ്ത്രീകൾക്കായിരിക്കുകയും ചെയ്യും. ലഅനല്ലാഹുൽ മുതശബ്ബിഹാത്തി മിനൻ നിസാഇ ബിർരിജാൽ, പെണ്ണുങ്ങളിൽ നിന്ന് ആൺവേഷം കെട്ടുന്ന ആളുകളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, ഒരു ഹദീസാണ്. അതുപോലെ വൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിന്നിസാ, ആണുങ്ങളിൽ നിന്ന് പെൺവേഷം കെട്ടുന്ന ആളുകളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന്. അപ്പൊ ആണിന്റെ രൂപത്തിൽ വളരണം, പെണ്ണ് പെണ്ണിന്റെ രൂപത്തിൽ വളരണം. ചിലർക്ക് തോന്നും ഇതൊക്കെ പറയുമ്പോൾ അതിപ്പോ എന്താ, എൻ്റെ കസിൻ ബ്രദർ അല്ലേ? അതെന്താണ് കസിൻ എന്ന് പറഞ്ഞാൽ? അത് സഹോദരനെ പോലെയാണ് എന്നാണ്. സഹോദരൻ എന്ന് പറയുന്നത് സഹോദരനാണ്, സഹോദരനെ പോലെ എന്ന് പറഞ്ഞിട്ടൊന്നില്ല. അങ്ങനെ ആ പോലെയുടെ പിന്നാലെ പോയിട്ട് ഒരുപാട് ആളുകൾക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ട്, വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കരുതണം, നമ്മൾ ബന്ധങ്ങളിൽ കരുതണം, ഇടപെടുന്നതിൽ കരുതണം, വസ്ത്രധാരണത്തിൽ കരുതണം, എല്ലാറ്റിലും ഒരു കരുതലുണ്ടാവണം. അത് ആ പ്രായത്തിൽ, ഞാൻ പറഞ്ഞ ആ പ്രായത്തിൽ ഒരുപക്ഷെ അവരുടെ വൈകാരികമായ അവസ്ഥയിൽ അവർ മറന്നു പോയേക്കാം. അങ്ങനെ വരാതിരിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. മക്കളുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊരു കണ്ണുണ്ടാവണം. അത് പറഞ്ഞാൽ ചിലപ്പോൾ മക്കൾക്ക് ഇഷ്ടാവില്ല, എന്താ ഇങ്ങനെ എപ്പോഴും ഇത് പറയുന്നത് എന്ന് നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ തോന്നും. അത് തോന്നിയാലും നമ്മൾ പറയണം, നല്ല നിലക്ക് അവരെ ഉപദേശിച്ചു കൊടുക്കണം. ഇത് ദീനാണ്, അള്ളാഹിൻ്റെ നിയമമാണ്, ഇസ്ലാമാണ്, അള്ളാഹു പറഞ്ഞതാണ്, റസൂലുള്ള പഠിപ്പിച്ചതാണ്. ഈ ദീനിലുള്ള എല്ലാ കാര്യങ്ങളും മനുഷ്യപ്രകൃതിയോട് ചേർന്നതാണ്. അതുകൊണ്ട് മോനെ അല്ലെങ്കിൽ മോളെ ഇതനുസരിച്ച് ജീവിക്കണമെന്ന് നമ്മൾ നല്ല നിലക്ക് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. അതിൻ്റെ ഗുണവും അവർക്കുണ്ടാകുമെന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും മുത്തഖീങ്ങളായി ജീവിപ്പിക്കുമാറാവട്ടെ. ആമീൻ. വസ്ത്രധാരണത്തെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് രണ്ട് കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. വസ്ത്രത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പൊങ്ങച്ചത്തിന് വേണ്ടിയുള്ള വസ്ത്രം ധരിക്കരുത് എന്നാണ്. അത് ഹദീസിൽ വന്നിട്ടുള്ളതാണ്. മൻ ലബിസ സൗബ ശുഹ്റത്തിൻ ഫി ദുനിയ അൽബസഹുല്ലാഹു സൗബ മദല്ലത്തിൻ യൗമൽ ഖിയാമ. ഈ ദുനിയാവിൽ പൊങ്ങച്ചത്തിൻ്റെ വസ്ത്രം ധരിച്ചാൽ അല്ലാഹു തആല ആഖിറത്തിൽ വളരെ നിന്ദ്യതയുടെ വസ്ത്രം ധരിപ്പിക്കും എന്ന്. പൊങ്ങച്ചം, ലോകമാന്യം,
ദൂർത്ത്, ദുർവ്യയം, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇസ്ലാം നിരോധിച്ച. ഇത് ധാരാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചതുമാണ്. അപ്പോൾ ഒരു സഹാബി ചോദിച്ചു, ഒരാൾ നല്ല വസ്ത്രം ധരിക്കുന്നതും നല്ല ചെരുപ്പ് ധരിക്കുന്നതും അത് ഇസ്രാഫാകുമോ, ദുർവ്യയമാകുമോ എന്ന്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതില്ല എന്നാണ്. മറിച്ച് അല്ലാഹു തആല ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അസറ നിഅമതിഹി ഫി അബ്ദിഹി, അല്ലാഹു തആല അവൻ്റെ അടിമക്ക് നൽകിയത് അവനിൽ കാണാൻ അള്ളാഹ്ക്ക് ഇഷ്ടമാണെന്ന്. എന്നാൽ പണമുള്ള ആൾക്ക് നല്ല വസ്ത്രവും നല്ല ഭക്ഷണവും നല്ല വാഹനവും നല്ല വീടും ഒക്കെ ആവാം, പക്ഷെ അത് പൊങ്ങച്ചത്തിന് വേണ്ടി ആവരുത്, വേറെ ആളുകളുടെ മുമ്പിൽ കിബ്ർ കാണിക്കാൻ വേണ്ടി ആവാൻ പാടില്ല എന്നാണ്. അത് അതിൽ മാത്രമല്ല, കുലു വഷ്റബു വതസദ്ദഖു വൽബസു ഫി ഗൈരി ഇസ്റാഫിൻ വലാ മഖീല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, നിങ്ങൾ ഭക്ഷിക്കുക, കുലു വഷ്റബു നിങ്ങൾ കുടിക്കുക, വതസദ്ദഖു നിങ്ങൾ ദാനം ചെയ്യുക, അതുപോലെ വൽബസു നിങ്ങൾ വസ്ത്രം ധരിക്കുക, ഫി ഗൈരി ഇസ്റാഫിൻ വലാ മഖീല ദുർവ്യയവും അതുപോലെ പൊങ്ങച്ചവും ഇല്ലാത്ത വിധത്തിൽ എന്നാണ്. ഇപ്പോൾ ഒരു മിതത്വം ഉണ്ട് എല്ലാ കാര്യത്തിലും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മയ്ക്കും നമ്മുടെ വിജയത്തിനും വേണ്ടി നൽകിയ ഈ ദീനിൻ അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തികൾക്കും സമൂഹത്തിനും മുഴുവൻ പൗരന്മാർക്കും ഉപകാരപ്പെടുന്നതായി നൽകിയിട്ടുള്ള അത്തരം നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കി സംതൃപ്തിയോടുകൂടി ഉൾക്കൊണ്ട് ജീവിതത്തിൽ പുലർത്തിപ്പോകണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اشف أمراضنا واغفر أمواتنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.